വിയറ്റ്നാമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയുള്ള ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സപ്പയാണെന്ന്. പ്രകൃതി ഭംഗിയും തണുത്ത കാലാവസ്ഥയുമാണ് അതിനുള്ള പ്രധാന കാരണം. ഞാൻ കൊച്ചിയിൽ നിന്നും ഹനോയ് എയർപോർട്ടിൽ ഏകദേശം രാവിലെ 10 മണിക്ക് അറൈവലായി. ഹനോയിൽ നിന്ന് സപ്പയിലേക്കുള്ള എൻ്റെ ബസ് രാത്രി 11 മണിക്കായതിനാൽ ഞാൻ ഓൾഡ് ക്വാർട്ടേഴ്സിനടുത്ത് ഫ്രഷപ്പിന് വേണ്ടി റൂം എടുത്തു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ലഞ്ചിന് ശേഷം ഹനോയിലെ മെഗാ ഗ്രാൻഡ് വേൾഡും ഫേമസ് ആയ ട്രെയിൻ സ്ട്രീറ്റും ഞാൻ വിസിറ്റ് ചെയ്തു. ഹനോയിൽ നിന്ന് സപ്പയിലേക്കുള്ള സ്ലീപ്പർ ബസ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചെരുപ്പും ഷൂസും എല്ലാം ഒരു കവറിലായിട്ടാണ് നമ്മൾ ബസ്സിൻ്റെ അകത്തേക്ക് കയറേണ്ടത്. മസാജും വൈഫൈയും എല്ലാം ഉള്ള ഒരു ലക്ഷറി ബസ്. രാവിലെ ഏകദേശം 6 മണിക്ക് സപ്പയിൽ അറൈവലായി. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഗ്ലാസ് ബ്രിഡ്ജും റെയിൻബോ സ്ലൈഡും റോളർ കോസ്റ്ററും എക്സ്പീരിയൻസ് ചെയ്തു. ഈവനിങ്ങിൽ ബ്ലാക്ക് മോങ് ഗോത്രക്കാർ താമസിക്കുന്ന കാറ്റ് വില്ലേജ് കാണാൻ പോയി. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഉള്ളതാണെങ്കിലും ഇവരുടെ വില്ലേജ് എക്സ്പീരിയൻസ് ഒരു മസ്റ്റ് സീ ആണ്. ഈ ബ്ലാക്ക് മോങ് വിഭാഗക്കാരുടെ കൾച്ചറും അവിടുത്തെ വാട്ടർഫാൾസും അവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം കാറ്റ് വില്ലേജിനെ വേറിട്ട് നിർത്തുന്നു. രാത്രി സപ്പ ടൗണിലൂടെ ചുമ്മാ നടന്നപ്പോൾ ബ്ലാക്ക് മോങ് കുട്ടികളുടെ ഡാൻസുകൾ കണ്ടു. ഇതൊരു തരത്തിൽ ഭിക്ഷാടനമാണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു.